നെക്സ്റ്റ് ടൈം രേണു കണ്ണ് തുറന്നു കഴിഞ്ഞാൽ സുധിച്ചേട്ടനായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. 1 2 3 ഓപ്പൺ യുവർ ഐസ്. നീ ലാസ്റ്റ് അയച്ച മെസ്സേജ് ചേട്ടാ ഞാൻ കണ്ടില്ല. വളരെ ആഗ്രഹമാണ് എനിക്കതൊന്ന് സൂചിച്ചേട്ടനെ കാണണം, പിണക്കമില്ല എന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. എനിക്കൊരു വലിയൊരു കാര്യം പറയാനുണ്ട് സൂചിച്ചേട്ടൻ്റെ അടുത്ത്. ചേട്ടൻ മരിക്കുന്നതിന്റെ അന്ന് ഞങ്ങൾ സൗന്ദര്യപ്പിണക്കമാണല്ലോ, ചെറുതായിട്ട് വഴക്ക് നടന്നു, വേറൊന്നുമല്ല, വേഗം വാ എന്നുള്ള ഒരു ഇതിൽ എനിക്ക് കാണണം, ഏട്ടനെ കാണണം, കുഞ്ഞിന് വയ്യ, പപ്പായ്ക്ക് വയ്യ. ലാസ്റ്റ് സെൽഫി ടിനിച്ചേട്ടനും പ്രചോദനനും ഒക്കെ ആയിട്ട് സൂചിച്ചേട്ടൻ എടുത്ത് ലാസ്റ്റ് സെൽഫി. അപ്പൊ ഞാൻ ഏട്ടോ എന്നൊന്നും മെസ്സേജ് അയച്ചിട്ടൊന്നും റീഡ് ആവുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ പിണക്കം മാറി ഏട്ടാ എന്നൊരു ലവ് ചിഹ്നം ഞാൻ ഇട്ടു, പിണക്കം മാറിയെന്ന് അറിയിക്കാൻ. ആ ലവ് ചിഹ്നം ഏട്ടൻ കണ്ടില്ല. ഏട്ടനെ കാണുവാണ്, എനിക്ക് അത് മാത്രമേ പറയുള്ളൂ. ഏട്ടൻ എനിക്കൊരു പിണക്കവും ഇല്ല, ഞാൻ ലവിന്റെ ചിഹ്നം ഇട്ടു എന്നാണ്. ഏട്ടൻ അത് റീഡായില്ല, അതിന് മുന്നേ ഏട്ടൻ പോയി. ഒരിക്കലും എനിക്ക് തിരുത്താൻ പറ്റാത്തൊരു വേദനയാണ്. ഇപ്പോഴും എനിക്ക് ഒരു പിണക്കവും ഇല്ല സൂചിച്ചേട്ടൻ്റെ അടുത്ത് പറയാൻ. പക്ഷെ അവസരം, നമുക്ക് കാലങ്ങൾ പോയില്ലേ, ആ ഒരു നിമിഷം. ഞാൻ വീഡിയോസിൽ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, മരിച്ചവരെ കാണിക്കുന്ന മെന്റലിസ്റ്റുകളില്ലേ, സൂചിച്ചേട്ടനൊന്ന് സുധീലയത്തിൽ തന്നെ വന്ന് കാണിച്ചു തരണം. ഏറ്റവും വലിയൊരു ആഗ്രഹം, എനിക്കൊന്ന് ഒറ്റ പ്രാവശ്യം ഒന്ന് കണ്ടാൽ മതി സൂചിച്ചേട്ടനെ. ആടെ ആ ഒരു എനിക്ക് കാണണം, ഭയങ്കര ആഗ്രഹമാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഹായ് ഹലോ, മെയിൻ സ്ട്രീം ഓണിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് രേണു സുധിയാണ്. രേണു ചേച്ചി നമ്മൾക്ക് കഴിഞ്ഞൊരു ഇൻ്റർവ്യൂ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ രേണു ചേച്ചി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, സുധിച്ചേട്ടനെ നേരിൽ കണ്ടാൽ കൊള്ളാം എന്നായിരുന്നു. അതിൽ സുധിച്ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേണു ചേച്ചിയുടെ ഈ ഒരു ആഗ്രഹം നമ്മുടെ മെയിൻ സ്ട്രീം വൺ ടീം തന്നെ സാധിച്ചു കൊടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമുക്കറിയാം, ഫേമസ് ആയിട്ടുള്ളൊരു മെന്റലിസ്റ്റും ഹിപ്നോട്ടിസം ചെയ്യുന്ന ആളും കൂടിയാണ് മെന്റലിസ്റ്റ് അർജുനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് അർജുൻ. ഹലോ. ഹായ്. ഹലോ. ഹായ്. ഹലോ. താങ്ക് യു സോ മച്ച്. ഞാൻ ഏകദേശം ഒരു മാസത്തോളം ആയെന്ന് തോന്നുന്നു പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ടീം നല്ല ഏതാ മെന്റലിസ്റ്റ്, ഇങ്ങനെ ജെനുവിൻ ആയിട്ടുള്ള ഒരു മെന്റലിസ്റ്റിനെ തപ്പി ചേച്ചിയുടെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു. അത് നമ്മുടെ മെയിൻ സ്ട്രീം ഓൺ ടീം തന്നെ സാധിച്ചു കൊടുക്കാം എന്നൊരു, ഞങ്ങൾ പിന്നെ കുറെ റിസർച്ച് നടത്തിയിട്ടാണ് അർജുനിലേക്ക് വന്നത്. കാരണം അർജുൻ ബ്രോ എന്നെ സംബന്ധിച്ച് ജസ്റ്റ് ഒരു ആഗ്രഹം മാത്രമല്ലത്, എനിക്ക് പറയാൻ ബാക്കി വെച്ച ആ ഒരു ഇത്, ആ ഒരു എന്തായാലും പറഞ്ഞ ഒരിക്കലും അത് കേൾക്കില്ല അല്ലെ, തിരിച്ച് എനിക്ക് പറയാനുള്ളത് ആ ചെവിയും കൊണ്ട് കേൾക്കില്ല എന്ന് ഉദ്ദേശിച്ച ഒരു സാധനമാണ് എനിക്ക് ഏട്ടനടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പം അത് എത്രത്തോളം എഫക്റ്റ് ആകുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കാരണം ആദ്യമായിട്ടാണ് ഒരു ഇങ്ങനെ ഒന്ന് ഹിപ്നോട്ടിസ് ചെയ്യാൻ ഞാൻ പോകുന്നത് തന്നെ. നമുക്ക് എന്തായാലും നോക്കാം, ശ്രമിക്കാം എന്ന് ഞാൻ പറഞ്ഞു. കാരണം എനിക്ക് വളരെ ആഗ്രഹമാണ്, എനിക്കൊന്ന് സൂചിച്ചേട്ടനെ കാണണം, സൂചിച്ചേട്ടൻ്റെ അടുത്ത് അതൊന്ന് പറയണം, ചേട്ടാ ഞാനിങ്ങനെ ഒരു മെസ്സേജിന്റെ കാര്യമാണ്, സോ അതൊന്ന് ഏട്ടനൊന്ന് കണ്ടോ, എനിക്ക് പിണക്കമില്ല എന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി, പിന്നെ ഏട്ടൻ പൊക്കോട്ടെ. ഓക്കെ, നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് തിങ്, ഇവിടുന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അവര് അങ്ങനെ റിക്വസ്റ്റ് ചെയ്തിരുന്നു, നിങ്ങളിങ്ങനെ കുറെ നോക്കിയിട്ട് ഇതുപോലെ ഒരു പെർട്ടിക്കുലർലി എന്നെയാണ് നോക്കുന്നത് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ വന്നാൽ ബെറ്റർ ആയിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു. എനിവേ പിന്നെ പുള്ളിക്കാരനെയും ഒന്ന് മീറ്റ് ചെയ്യാം അങ്ങനെ വിചാരിച്ചിട്ടാണ് എന്തായാലും വന്നത്. അപ്പോൾ ലെറ്റ്സ് ട്രൈ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് 1-2 കാര്യങ്ങൾ പറയാം. മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് തിങ്, ഇങ്ങനത്തെ ഒരു കണ്ടന്റ് യൂഷ്വലി ആൾക്കാർ നമ്മൾ പറയുന്ന സമയത്ത്, റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ കേരളത്തിൽ ഫസ്റ്റ് ടൈം ആയിട്ട് സ്ട്രീറ്റ് ഹിപ്നോട്ടിസം പോപ്പുലറൈസ് ചെയ്തൊരു വ്യക്തി ഞാനാണ്. പിന്നീട് അതിനുശേഷം ഇതുപോലത്തെ ഒരു റിക്വസ്റ്റ്, അത് 2 പേരുണ്ടായിരുന്നു, 2 ഫാമിലി, അവരുടെ ഫാമിലി മെമ്പേഴ്സ്, ലൈക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ അന്നാണ് നമ്മളത് ഫസ്റ്റ് ടൈം ആയിട്ട് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ നമ്മളത് ചെയ്തിട്ടില്ല. ഓക്കെ, കാരണം ഇങ്ങനത്തെ ഒരു ഇമോഷണൽ ആയിട്ടൊരു കണ്ടന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം ആൾക്കാർക്ക് വിഷമാവുന്ന ഒരു തരത്തിലുള്ള കാര്യം ചെയ്യാനല്ല നമ്മൾ ശരിക്കും ചെയ്യുന്നത്. എന്റർടൈനേഴ്സ് ജനുവലി അങ്ങനെ തന്നെ കൊണ്ടുപോകാനാണ് ഇഷ്ടം. ബട്ട്
പിന്നീട് അത് പല ആൾക്കാരും ആ ഒരൊറ്റ കണ്ടന്റ് മാത്രം വെച്ചിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്ത് അല്ലെങ്കിൽ പല ആൾക്കാർക്കും പിന്നീട് അർജുന്റെ വീഡിയോസും കണ്ടിട്ടുണ്ട്, അല്ലാതെ വേറെ ആൾക്കാരുടെ വീഡിയോസും കണ്ടിട്ടുണ്ട്. നമ്മൾ കൂടുതലും എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതല്ലാതെ ഈ ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് മാത്രം ഇമോഷണലി ഉള്ള കണ്ടന്റ് മാത്രം വെച്ചിട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു നോളജ് ഇല്ലാതെ ഡീപ്പായിട്ടുള്ള നോളജ് ഇല്ലാതെ ചെയ്യാതിരിക്കുക. ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടെങ്കിലും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആണെങ്കിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഡിസ്ക്ലെയിമർ പോലെ തന്നെ പറഞ്ഞിട്ടാണ് ചെയ്യാറുള്ളത്. അതെ അതെ അതെ. ആൻഡ് ഓൾസോ അഗൈൻ ഇവരുടെ ഫാമിലിയുടെ സപ്പോർട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒക്കെ ഈ ഒരു സപ്പോർട്ടും അല്ലെങ്കിൽ അവരുടെ റിക്വസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് സപ്പോർട്ടുള്ള ചാനലാണ് ഇവര്, എനിക്കെന്നല്ല സുധിച്ചേട്ടന്റെ ഫാമിലിയോട് അത്രയ്ക്കും അടുത്ത് നിൽക്കുന്ന ചാനലാണ്. തുടക്കം മുതൽ ഏട്ടന്റെ ആ വിയോഗം തുടക്കം മുതൽ തന്നെ ഇന്ന് ഈ നിമിഷം വരെയും അവർ കൂടെ ഉണ്ടാവും. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് അവരുടെ അടുത്ത് തന്നെ ഞാൻ ഇത് പറഞ്ഞത് ആവശ്യപ്പെട്ടത്. ഓക്കെ, എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. ശരി, കംപ്ലീറ്റ് ആയിട്ടൊന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാനായിട്ട് പോകണം. സിമ്പിൾ. ഓക്കെ, ഒന്ന് ചാരിയിരിക്കാവോ? കൈ തരാമോ? കയ്യിൽ ജസ്റ്റ് ലുക്ക് അറ്റ് മീ. എൻ്റെ കണ്ണിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കോളൂ. ഞാനങ്ങനെ നോക്കുന്ന സമയത്ത് ടേക്ക് എ ഡീപ് ബ്രെത്ത്, ജസ്റ്റ് ബ്രീത്ത് ഔട്ട്. വെൻ ഐ സേ സ്ലീപ്പ് എന്ന് പറയുന്നൊരു വാക്ക് പറയുന്ന സമയത്ത് ആബ്സല്യൂട്ട്ലി വളരെ ടയർഡായിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് കംഫർട്ടബിൾ ആയുള്ള ഒരു സ്ലീപ്പിലേക്ക് പോകാൻ പോവാണ്. ജസ്റ്റ് ലുക്ക് വൺ സ്ട്രൈറ്റ് പോയിന്റ് ഹിയർ, ഏതെങ്കിലും ഒറ്റ പോയിന്റ്. ടേക്ക് എ ഡീപ് ബ്രെത്ത് അഗൈൻ, ജസ്റ്റ് റിലാക്സ്, സ്ലീപ്പ് ഡീപ്പർ 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 ഡീപ്പർ. ആബ്സല്യൂട്ട്ലി ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഭയങ്കര റിയാലിറ്റി ആയിട്ട് മാറാനായിട്ട് പോവാണ്. വാട്ട് എവർ ഐ ടെൽ യു അതെല്ലാം നല്ല റിയാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യാനായിട്ട് മാറാനായിട്ട് പോവാണ്. സ്ലീപ്പ് അഗെയിൻ. നെക്സ്റ്റ് ടൈം കണ്ണ് തുറന്നു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് നമ്പർ 3 ഓർമ്മ ഉണ്ടാവില്ല. യു ക്യാൻ ഓൺലി കൗണ്ട് 1 2 4 5 6. യു ക്യാൻ ഓൺലി കൗണ്ട് 1 2 4 5 6. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ 1 2 4 5 6 എന്നായിരിക്കും ഇനി മുതൽ കൗണ്ട് ചെയ്യാനായിട്ട് ഓർക്കാനായിട്ട് പറ്റുന്നുണ്ടാവുക. സ്ലോലി ഓപ്പൺ യുവർ ഐസ്, കം ബാക്ക്. ഓക്കെ, ഹായ്. നന്നായിട്ട് റിലാക്സ്ഡ് ആവുന്നുണ്ടായിരുന്നു അല്ലേ? ഭയങ്കര അടിപൊളിയായിട്ട് റിലാക്സ്ഡ് ആവുന്നുണ്ടായിരുന്നു. ഇതൊന്ന് ഉറക്കെ കൗണ്ട് ചെയ്യാവോ? ഒന്ന് എണ്ണാവോ? ഇത് 1 2 4 5 6. 6. ഓക്കെ ഓക്കെ. പുള്ളിക്കാരുടെ കയ്യിൽ 6 ഫിംഗേഴ്സ് ആണെന്നാണ് പുള്ളിക്കാരി പറയുന്നത് അല്ലേ? ഈ കൈ ഒന്ന് കൗണ്ട് ചെയ്തേ ഇവിടെ. 1 2 4 5 6. അയ്യോ, കൺഫ്യൂസ്ഡ് ആയല്ലോ. 6+6 എന്ന് പറയുമ്പോൾ 12 ഫിംഗേഴ്സ്. ഒരാളുടെ കയ്യിൽ ശരിക്കും 10 ഫിംഗേഴ്സേ ഉള്ളൂ. കയ്യിൽ 12 ഫിംഗേഴ്സ് ഉണ്ട്. എന്തെങ്കിലും പ്രത്യേകത ഉള്ള കൈയാണോ? ഇല്ലല്ലേ? എന്താണെന്നറിയോ, ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ആ ഒരൊറ്റ നമ്പർ എടുത്തിട്ട് തലയിൽ ജസ്റ്റ് ഒന്ന് ത്രോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഓർക്കാൻ പറ്റും. യു ക്യാൻ സേ നൗ. ഇപ്പൊ പറയാൻ പറ്റും. ഒന്നുകൂടെ കൗണ്ട് ചെയ്തേ, ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 4 5. ബ്രില്യൻ, ബ്യൂട്ടിഫുൾ. അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചൂടെടുക്കുന്നുണ്ടോ? കുഴപ്പമില്ല, കംഫർട്ടബിൾ ആയിട്ട് വന്നോ. കംഫർട്ടബിൾ ആയിട്ട് എന്താ ജസ്റ്റ് ലുക്ക് റൈറ്റ് ഹിയർ. നല്ലൊരു ബ്രീത്ത് എടുത്തോളൂ. സ്ലീപ്പ് ഡീപ്പർ 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 ഡീപ്പർ. കംപ്ലീറ്റ് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോവാണ്. ഡീപ്പ് സ്ലീപ്പ്, കംപ്ലീറ്റ് ഡീപ്പ് സ്ലീപ്പ്. നെക്സ്റ്റ് ടൈം വേണു കണ്ണ് തുറന്നു കഴിഞ്ഞാൽ രേണുവിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള പേഴ്സൺ, ഞാനല്ല, രേണുവിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള പേഴ്സൺ, ആ ലേഡീനെ രേണു കാണുന്നത് രേണുവിന് ഏറ്റവും പ്രിയപ്പെട്ട സുധിച്ചേട്ടനായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. 1 2 3 ഓപ്പൺ യുവർ ഐസ്. കുഴപ്പമില്ല. കരയണ്ട. പറയാനുണ്ടെങ്കിൽ പറയാൻ കുഴപ്പമില്ല.
അദ്ദേഹത്തിനോട് പറയാനുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ. ചേട്ടാ എന്നെ ഇതിന് എന്നോട് പോവല്ലേ. ഇല്ല ഞാൻ ഇവിടെ എനിക്ക് പറ്റത്തില്ല സൂചന, എനിക്ക് വയ്യ. മെസ്സേജ് നീ ലാസ്റ്റ് അയച്ച മെസ്സേജ് ചേട്ടാ ഞാൻ കുഴപ്പമില്ല സാർ, ഇത് കണ്ടിട്ടില്ല. ചേട്ടാ കണ്ടില്ല. ദേഷ്യമൊന്നുമില്ല, ദേഷ്യമൊന്നുമില്ല. ഞാൻ ശരി ചേട്ടാ. കരയണ്ട കരയണ്ട കരയണ്ട. ഇനി അങ്ങോട്ട് ഹാപ്പി ആയിട്ടിരിക്കുക, ഇനി മുന്നോട്ട് ഹാപ്പി ആയിട്ടിരിക്കണം. ഓക്കെ, സ്ട്രോങ് ആയിട്ട് കേട്ടോ. സ്ട്രോങ് ആയിട്ട്. അങ്ങനെ പോകത്തുള്ളൂ ചേട്ടാ, അങ്ങനെ പറയുന്ന പോലെ. ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാൻ പോകണം കേട്ടോ. സാരല്ല, ഒന്ന് കയ്യിലേക്ക് ഒന്ന് നോക്കിയാൽ, ഒന്ന് കയ്യിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് ഡീപ് ബ്രെത്ത്, സ്ലീപ്പ്, ഡീപ്പർ 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 ഡീപ്പർ. ജസ്റ്റ് നന്നായിട്ട് റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുക, നന്നായിട്ട് റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഹൗവർ ഈ ഒരു പോയിന്റ് തൊട്ട് നിങ്ങൾ ശരിക്കും ജെനുവനായിട്ട് മനസ്സിനകത്ത് ആ ഒരു വിഷമം സ്ലോലി പോയിട്ട് ഒരു മനസ്സിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സന്തോഷം അങ്ങനെയായിരിക്കും വരുന്നുണ്ടാവാനാവും. നല്ലൊരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും ജെനുവനായിട്ട് മനസ്സിനകത്ത്. ഒരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ട ഒരു സന്തോഷമാണെങ്കിലും ഇനി സാറ്റിസ്ഫാക്ഷനാണ്, സന്തോഷമാണ് മനസ്സിനകത്തുള്ളത്. ഇനി ഒരിക്കലും പഴയ ആ മെമ്മറീസ്, ആ മെസ്സേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറീസോ കാര്യങ്ങളൊന്നും മനസ്സിൽ ഇനി ഒരിക്കലും ഹോണ്ട് ചെയ്യത്തില്ല. അത് ആലോചിക്കുന്ന സമയത്ത് അദ്ദേഹം അത് കണ്ടു എന്ന തരത്തിലുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും മനസ്സിനകത്ത് വരുന്നുണ്ടാവുക. ആബ്സല്യൂട്ട്ലി കംഫർട്ടബിൾ ആയിരിക്കും മനസ്സിനകത്ത്. അത്രയും നിറഞ്ഞൊരു സന്തോഷമായിരിക്കും ഉണ്ടാവുക, നിറഞ്ഞൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. നൗ ഞാനിപ്പോൾ കയ്യിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് വളരെ ഹാപ്പി ആവാൻ തുടങ്ങും. ഫോർ നോ റീസൺ ഭയങ്കരമായിട്ട് ഹാപ്പി ആവാൻ തുടങ്ങും, ചെറുതായിട്ട് ചിരിക്കാൻ തുടങ്ങും. ആ ഒരു ചിരി എന്ന് പറയുന്നത് കുറച്ചുകൂടി കൂടി വരുന്നുണ്ട്. ഓരോ തവണ ഞാൻ കയ്യിൽ ടച്ച് ചെയ്യുമ്പോൾ യു ആർ ബീങ് വെരി വെരി ഹാപ്പി, വളരെ പ്ലസന്റ് ആവുന്നുണ്ട്, വളരെ ഹാപ്പി ആവുന്നുണ്ട്. എക്സാക്ട്ലി കൂടുതൽ ഹാപ്പി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു തമാശയെ കേട്ട പോലെ ചിരിക്കുകയാണ്. ആ ചിരി എന്ന് പറയുന്ന ഒരു പൊട്ടിച്ചിരിയായിട്ട് മാറുന്നുണ്ട്. കൂടുതൽ ചിരിക്കുന്നുണ്ട്, കൂടുതൽ കംഫർട്ടബിൾ ആവുന്നുണ്ട്. ഹൗവർ നെക്സ്റ്റ് ടൈം കണ്ണു തുറന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരാണോ കംപ്ലീറ്റ്ലി ആ പേഴ്സണായിട്ടായിരിക്കും കാണാൻ പറ്റുന്നുണ്ടാവുക. കൂടുതൽ ചിരിക്കുന്നുണ്ട് നെക്സ്റ്റ് ടൈം കണ്ണു തുറന്ന് കഴിഞ്ഞാൽ. ബട്ട് ദിസ് പ്ലേസ്, ഈ പ്ലേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും പോകാൻ ഇഷ്ടമുള്ള അമേരിക്കയിലെ വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നൈറ്റ്, രാത്രിയുള്ള ഒരു പ്ലേസ് ആയിരിക്കും ഇത്. അവിടെ കാണുന്ന കാഴ്ചകളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ദിസ് ഈസ് അമേരിക്ക. ഈ പ്ലേസ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി അമേരിക്കയാണ്. നൈറ്റ് ടൈം ആണ്, വളരെ പ്ലസന്റ് ആയിട്ടുള്ള കാഴ്ചകളായിരിക്കും അവിടെ കാണുന്നുണ്ടാവുക. 1 2 3 ഓപ്പൺ യുവർ ഐസ്. ആക്ച്വലി ഇത് ബ്യൂട്ടിഫുൾ, നോക്കിയേ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണെന്ന് നോക്കിയേ. യു ക്യാൻ സീ, കാണാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയാ അവിടെ കാണാൻ പറ്റുന്നത്? ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. എവിടെയാണ് കാണാൻ പറ്റുന്നത്? ഞാൻ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം കാണിച്ചു തരട്ടെ. അമേരിക്കയിലെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാച്ചു കാണിച്ചു തരട്ടെ. തൊട്ട് പുറകെ നമുക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആണ്. കണ്ടിട്ടുണ്ടോ? നോക്കിയേ, പുറകെ നോക്കിയേ, കണ്ടോ? എങ്ങനെയുണ്ടത്? അടിപൊളിയല്ലേ? കാണാൻ ആഗ്രഹിച്ചതാണ്. കണ്ടോളൂ, കാണാൻ ഇഷ്ടമുള്ള ഇത്രയും സമയം കണ്ടോളൂ. ഹാപ്പി ആയില്ലേ? സന്തോഷമായില്ലേ? ഇല്ലേ? ബ്യൂട്ടിഫുൾ ആണെങ്കിലൊന്ന് ചാരി ഇരുന്നോളൂ, കംഫർട്ടബിൾ ആയിട്ട് ചാരി ഇരുന്നോളൂ. ബ്യൂട്ടിഫുൾ. നന്നായിട്ട് എൻജോയ് ചെയ്തോളൂ, നന്നായിട്ട് ആ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തോളൂ, നന്നായിട്ട് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചോളൂ. ഇനി ലൈഫിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എന്തെങ്കിലും ഒരു കാര്യമോ അല്ലെങ്കിൽ സംതിങ് യു വോണ്ട് ടു ട്രൈ ഇൻ ലൈഫ്, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഫാൻറ്റസി ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഇഫ് യു വോണ്ട് ടു ലൈക്ക് ഇങ്ങനെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു. ഓക്കെ, ഓൾറൈറ്റ്. ശരി, കംഫർട്ടബിൾ ആയിട്ടിരിക്കാവോ ചാരി, കംഫർട്ടബിൾ ആയിട്ടിരിക്കാവോ. കൈ ഒന്ന് തരാവോ? കയ്യിലേക്ക് ഒന്ന് നോക്കിയേ. ഡീപ് ബ്രെത്ത്, സ്ലീപ്പ്, ഡീപ് സ്ലീപ്പ്, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. കംപ്ലീറ്റ് ആയിട്ട് സ്ലീപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൈ ഞാൻ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗോയിങ് 10,000 ടൈംസ് ഡീപ്പ്, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇൻ എ കൗണ്ട് ഓഫ് 5, 1 2 3 4 5 എന്ന് പറയുന്ന സമയത്ത് തിരിച്ച് റൂമിലേക്ക് തിരിച്ചു വരാനായിട്ട് പോകണം. അങ്ങനെ വരുന്ന സമയത്ത് ആബ്സല്യൂട്ട്ലി പ്ലസൻ്റ് ആയിട്ട് വളരെ ഹാപ്പി ആയിട്ടായിരിക്കും തിരിച്ചു വരുന്നുണ്ടാവുക. നിങ്ങൾക്ക് തലവേദനയോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. ഇതുവരെയുള്ള കാര്യങ്ങൾ, അതായത് ഹിപ്നോട്ടിസം നടന്നത് തൊട്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ
കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഓക്കെ, ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഓർമ്മയുണ്ടാവും. ബട്ട് അതെല്ലാം നിങ്ങൾ ആലോചിക്കുന്ന സമയത്ത് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു മെമ്മറി ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. ഒരിക്കലും വിഷമുള്ള ഒരു കാര്യമായിട്ടായിരിക്കത്തില്ല, വളരെ പ്ലസൻ്റ് ആയിട്ടൊരു മെമ്മറി ആയിട്ടായിരിക്കും നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവുക. ഓൾസോ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ റിയാലിറ്റി ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് അതിനോട് പൊരുത്തപ്പെട്ട് ബട്ട് സ്റ്റിൽ ലൈഫ് മുമ്പോട്ടുണ്ട് എന്ന് മനസ്സിലാക്കി വളരെ ഹാപ്പി ആയിട്ട് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ടെന്ന് മനസ്സിലാക്കി ലൈഫിൽ ഓരോരോ ഡിസിഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി അതിലേക്ക് എടുക്കുന്ന ഓരോ സ്റ്റെപ്പും വളരെ നല്ല രീതിയിൽ ആലോചിച്ച് നല്ല രീതിയിൽ ബെറ്റർ ആയിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഓൾസോ നിങ്ങളുടെ ഡ്രീം എന്താണോ ആ ഡ്രീമിലേക്ക് അച്ചീവ് ചെയ്യാനുള്ള ഓരോ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി മുതൽ കൂടുതൽ ഫാസ്റ്റായിട്ട് ക്ലോസ് ആയിട്ട് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് ലൈഫിൽ താങ്കൾക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റെപ്സും കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും ഇന്ന് തൊട്ട് ഈ ഒരു മൊമെൻറ്റ് തൊട്ട് രേണു എന്ന് പറയുന്ന പേഴ്സൺ ഉണ്ടാവുന്നത്. യു വിൽ ബി മച്ച് മോർ കോൺഫിഡൻറ്റ്, യു വിൽ ബി മച്ച് മോർ ഡ്രിവൺ ടുവേഴ്സ് യുവർ ഡ്രീംസ്. ആ ഡ്രീംസിലേക്ക് കൂടുതൽ ഡ്രിവൺ ആയിരിക്കും. ഇൻ എ കൗണ്ട് ഓഫ് 5 തിരിച്ച് കണ്ണ് തുറന്ന് റൂമിലേക്ക് വരാൻ പോവാണ്. വെൻ യു കം ബാക്ക് ആബ്സല്യൂട്ട്ലി പ്ലസൻ്റ് ആയിട്ട് ഭയങ്കര എനർജറ്റിക് ആയിട്ടൊരു പേഴ്സൺ ആയിട്ടായിരിക്കും തിരിച്ച് വരുന്നുണ്ടാവുക. നമ്പർ 1 വളരെ ഹാപ്പി ആവുന്നുണ്ട്, നേരത്തെ പോലെ തന്നെ ചിരിക്കുന്നുണ്ടാവും. ആ ഒരു ചിരി എന്ന് പറയുന്ന ഒരു പുഞ്ചിരിയായിട്ട് മാറുന്നുണ്ടാവും. നമ്പർ 2 അവർ എനർജി എന്ന് പറയുന്ന ത്രൂ ഔട്ട് ദേഹം മുഴുവൻ അവർ എനർജി എന്ന് പറയുന്ന ഭയങ്കരമായിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ജെനുവൻലി ഫീൽ ദാറ്റ് എനർജി. നമ്പർ 3 ആ എനർജി എന്ന് പറയുന്നത് അത്രത്തോളം ഫീൽ ചെയ്യുന്ന തോറും അത്രത്തോളം കോൺഫിഡൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആബ്സല്യൂട്ട്ലി കോൺഫിഡൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്പർ 4 മോർ കോൺഫിഡൻറ്റ്, മോർ എനർജറ്റിക്, മോർ പ്ലസൻറ്റ്. നമ്പർ 5 ടേക്ക് യുവർ ടൈം ടു കം ബാക്ക് ടു ദ റൂം. എപ്പോഴാണോ ഫീൽ ചെയ്യുന്നത് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത് യു കൻ ഓപ്പൺ യുവർ ഐസ് ആൻഡ് യു കൻ കം ബാക്ക് വിത്ത് എ പ്ലസൻറ്റ് സ്മൈൽ. വളരെ പ്ലസൻ്റ് ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് തിരിച്ച് റൂമിലേക്ക് വരുന്നുണ്ടാവും. ടേക്ക് യുവർ ടൈം, യു കൻ ഓപ്പൺ യുവർ ഐസ് വെനെവർ യു ആർ റെഡി. സ്ലോലി കംഫർട്ടബിൾ ആയിട്ട് കണ്ണ് തുറക്കാം, കംഫർട്ടബിൾ ആയിട്ട് തിരിച്ചു വരാം. വിൽ ബി അബ്സല്യൂട്ട്ലി പ്ലസൻറ്റ് ഹാപ്പി. ഗുഡ് ഫീലിംഗ് ഗുഡ് അല്ലേ? നല്ലൊരു ഗുഡ് ഫീലിംഗ് കിട്ടുന്നില്ലേ? റൈറ്റ്. സോ താങ്ക് യു സോ മച്ച്. ഹോപ്പ് യു ആർ ഹാപ്പി ഇൻ എ വേ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഫീലിംഗ് എക്സ്പീരിയൻസസ്? നമ്മൾ ഇത്രയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഫീലിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയാമോ? നമ്മളുടെ ഉപബോധ മനസ്സ് വേറൊരു ഇതിലേക്ക് പോകുന്ന പോലെയാണ് എനിക്ക്. ഞാൻ ഓൾറെഡി പുറമേ ഞാനുണ്ട് എങ്കിലും എൻ്റെ ഉപബോധ മനസ്സ് വേറൊരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിയന്ത്രിക്കാൻ ഒരാൾ, അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, എന്തായാലും ഇവിടെ വരാൻ പറ്റിയതിലും എന്താണ് ടീച്ചറിനെ കാണാൻ പറ്റി. ഹാപ്പി അല്ലേ? എന്താ ആളുടെ അടുത്ത് പറഞ്ഞെന്ന് ഓർക്കുന്നില്ല, കാണാൻ പറ്റി. അതാണല്ലോ ഇമ്പോർട്ടന്റ്. ഇപ്പൊ ഓക്കെ അല്ലേ? ഭയങ്കര ഹാപ്പി, സന്തോഷം. എന്തായാലും അങ്ങനത്തെ ഒരു ഫീലിംഗ് തരാൻ പറ്റിയതിൽ സന്തോഷം. ആൻഡ് വൺ മോർ തിങ്, നമ്മളിത് ശരിക്കും യൂഷ്വലി ഇങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് മാക്സിമം ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് ഇമോഷണലായി. അപ്പോൾ അങ്ങനത്തെ ഒരു റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം അറ്റംപ്റ്റ് ചെയ്തത്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ചെയ്യാൻ, അതായത് ഇപ്പം കുറേ ആൾക്കാരുണ്ട് ജസ്റ്റ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പഠിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രോപ്പറായിട്ട് ഈ പറയുന്ന പോലെ അല്ലേ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ മാത്രമേ ഇത് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, മാക്സിമം ചെയ്യാതിരിക്കാനാണ് ഞാനും പറയുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ എനിവേ എന്തായാലും കണ്ടതിലും ഇങ്ങനത്തെ ഒരു കാര്യം എക്സ്പീരിയൻസ് തരാൻ പറ്റിയതിൽ ഞാനും ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.